സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം അധ്യായം 9, 13 മുതൽ 16 വരെ. ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു. അത് എനിക്ക് വലുതായി തോന്നി. ചെറിയൊരു പട്ടണമുണ്ടായിരുന്നു. അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ. എങ്കിലും സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവൻ്റെ വാക്ക് ആരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 16 വരെ നമ്മുടെ ജീവിതത്തിൽ ആശ്ചര്യം ഉളവാക്കുന്ന, വിസ്മയം ജനിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. അതിന് കാരണം 2 കാര്യങ്ങളാണ്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒന്നാമതായി നാം കാണുന്നത് ചെറിയൊരു പട്ടണം. ആ പട്ടണം ചുരുക്കം ജനങ്ങളാൽ പാർത്തിരുന്ന ഒരു പട്ടണമായിരുന്നു. ഒരു വലിയ രാജാവ് അതിൻ്റെ നേരെ വന്ന് ആ പട്ടണത്തെ നിരോധിക്കുകയാണ്, അഥവാ യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. ആ കൊച്ചു പട്ടണത്തെ പ്രതിരോധിച്ചിരിക്കുകയാണ്. അതിനെതിരെ വലിയ മതിലുകൾ, കൊത്തളങ്ങളൊക്കെ പണിയുകയാണ്. ഈ കൊച്ചു പട്ടണത്തെ ജയിക്കുവാൻ വലിയൊരു രാജാവ് വന്നിരിക്കുകയാണ്. ആ പ്രദേശത്ത് ഈ വലിയ രാജാവിനെയും ആ രാജാവിൻ്റെ ദേശത്തിലെ സൈന്യത്തെ നേരിടുവാൻ ഉള്ള സൈന്യമോ ആൾബലമോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പട്ടണത്തിൽ ജ്ഞാനിയായ ഒരു സാധു മനുഷ്യൻ പാർത്തിരുന്നു. ആ മനുഷ്യൻ ആയുധത്താലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, തൻ്റെ ജ്ഞാനത്താൽ ആ രാജാവിനെ ജയിക്കുവാനിടയായി. എന്നാൽ അവിടെ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം ഇന്നും അപ്രകാരം തന്നെ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതെന്തെന്നാൽ, ഒരു രാജാവിന് സാധിക്കാത്ത കാര്യം സാധിപ്പിച്ച ആ സാധു ജ്ഞാനിയെ എല്ലാവരും മറന്നു, എല്ലാവരും തുച്ഛീകരിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. നോക്കുക, ഒരു ധനവാനായ മനുഷ്യനാണ്, ഒരു വലിയ അധികാരിയാണ്, ഒരു രാജാവാണ് ആ കൊച്ചു പട്ടണത്തിന് നേരെ വന്നത്. ആ രാജാവിന് ആൾബലമുണ്ടായിരുന്നു, സൈന്യബലമുണ്ടായിരുന്നു, സാമ്പത്തിക ശക്തി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ രാജാവ് ആ സാധുവായ ജ്ഞാനിയുടെ മുമ്പിൽ പരാജയപ്പെടുകയാണ്. ആ സാധു ജ്ഞാനി തൻ്റെ ജ്ഞാനത്താൽ ആ പട്ടണത്തെ ജയിച്ചു എന്ന് പറഞ്ഞാൽ, ആ വലിയ രാജാവിനെ തൻ്റെ ജ്ഞാനം കൊണ്ട്, വാക്കുകൾ കൊണ്ട് സംസാരിച്ച് വിജയിച്ചു എന്നാണ്. രണ്ടാമതായി നാം ഈ വേദഭാഗത്ത് കാണുന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്. സമൂഹത്തിൽ ഇന്നും അത് യാഥാർത്ഥ്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം, ഈ വലിയ കാര്യം ചെയ്ത ആ സാധു മനുഷ്യനെ എല്ലാവരും മറന്നു കളഞ്ഞു. ജ്ഞാനം ബലത്തേക്കാൾ
നല്ലത് തന്നെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ ആ ജ്ഞാനം ഉപയോഗിച്ച്, ആ സൂക്ഷ്മബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിച്ച് ഒരു പട്ടണത്തിന് വലിയ വിജയം നേടിക്കൊടുത്ത ആ സാധു മനുഷ്യനെ എല്ലാവരും മറന്നു എന്ന് മാത്രമല്ല, അവനെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അവനെ ആരും കൂട്ടാക്കിയില്ല. സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നത് ഇവിടെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന വിഷയമാണ്. ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം കായിക ബലം കൊണ്ടല്ല, അധികാര ബലം കൊണ്ടല്ല, സാമ്പത്തിക ശക്തി കൊണ്ടല്ല വിജയം കൈവരിക്കപ്പെടുന്നത്. പ്രത്യുത ജ്ഞാനം കൊണ്ടാണ്. ആ ജ്ഞാനം ദൈവിക ജ്ഞാനമാണ്, പരിജ്ഞാനമാണ്, യഹോവഭക്തിയിൽ അധിഷ്ഠിതമാണ്. ആമേൻ.